ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനോജന്റെ തന്തപ്പടിയാണല്ലോ. ഭാര്യയെ കാണാതിരിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ശബ്ദമെങ്കിലും കേട്ട് നിർവൃത്തി അണയാനുള്ള തത്രപ്പാടിനായിരിക്കും ആള്. ഇന്നത് നടന്നത് തന്നെ. ചന്ദ്രയുടെ വഴിയിൽ വെച്ച് ഞാൻ മനോജിനെ കണ്ടിരുന്നു. എന്നോടുള്ള വാശിയില് അമ്മയെ പുറത്തുവിടാതെ മനോജും ഹരിതയും ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് നീ ഇങ്ങ് പോന്നോ? അമ്മയെ ബലമായി പിടിച്ചുകൊണ്ടുവരാനുള്ള ശക്തിയും പ്രാപ്തിയും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ അതിന് വയ്യാഞ്ഞിട്ടുമല്ല. ഞാനത് ചെയ്താൽ ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് അതൊരു കാരണമാവും. അതുകൊണ്ട് അമ്മയെ കയറി ഒന്ന് കാണുക പോലും ചെയ്യാതെ ഞാനിങ്ങ് തിരിച്ചു പോന്നു. സമ്മതിക്കില്ല ഞാൻ. എന്റെ ഭാര്യയെ തടഞ്ഞു വെക്കാനുള്ള എന്ത് അവകാശമാ മനോജിനും ഹരിതയ്ക്കും ഉള്ളത്? അച്ഛാ, ഇത് മനോജും ഹരിതയും കൂടി മുൻകൂട്ടി ആലോചിച്ചുകൊണ്ടുള്ളൊരു തന്ത്രമാണ്. അമ്മയെ വിടാതെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന് അച്ഛൻ അറിയാനാ. അമ്മയെ എന്ത് ത്യാഗം സഹിച്ചും അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് അവർക്കറിയാം. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ അമ്മയെ അങ്ങോട്ട് പറഞ്ഞുവിടുന്ന പ്രശ്നമില്ലെന്നും അവർക്കറിയാം. അങ്ങനെ വരുമ്പോ ഹരിതയുടെ ആഗ്രഹം പോലെ അമ്മയുടെ ഉത്തരവാദിത്തം അവരുടെ തലയിൽ നിന്നും പൂർണ്ണമായിട്ട് മൊഴിയും. അതാ അവരുടെ ലക്ഷ്യം. അപ്പൊ ചന്ദ്രുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ചെല്ലുന്നതും പ്രതീക്ഷിച്ച് അവര് കാത്തിരിക്കുകയാണല്ലേ? നന്നായി. എങ്കിൽ ചന്ദ്രുവിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കും. എന്റെ ചന്ദ്രു ആർക്കും ഒരു ഭാരമാവണ്ട. നിക്ക്, വേണ്ടച്ചാ, ഇപ്പൊ അത് വേണ്ട. തൽക്കാലം ഇപ്പോഴത്തെ സ്ഥിതി തന്നെ അങ്ങോട്ട് തുടരട്ടെ. അമ്മയുടെ ഉത്തരവാദിത്തം മനോജിനും അച്ഛന്റെ ബാധ്യത ഈ പ്രകാശിനും. അല്ലെങ്കിൽ ഹരിതയുടെ പദ്ധതി വിജയിച്ചു എന്ന് കരുതി അവരതിന് ആഘോഷം നടത്തും. അത് വേണ്ട. പ്രകാശേട്ടാ, ഇന്ന് അച്ഛനും അമ്മയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടതിന്റെ ഓർമ്മ ദിവസം അത് മറക്കരുത്. ഈ വർഷം അങ്ങനൊരു ദിവസം ആഘോഷിക്കുന്നില്ല എന്ന് വെച്ചാ മതി. ആഘോഷിക്കുന്നില്ലെന്നോ? അത് നീയാണോ തീരുമാനിക്കുന്നത്? അച്ഛാ, മോളെ, എനിക്കെന്റെ ചന്ദ്രുവിനെ ഒരു നോക്ക് കാണാൻ പറ്റില്ലെന്നോ? അത് പറ്റില്ല. എനിക്കെന്റെ ചന്ദ്രു പ്രകാശേട്ടാ, അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഹരിതയെ പാട്ടിലാക്കാനുള്ള തന്ത്രമൊക്കെ അറിയാമെന്ന് വീമ്പളക്കേട്ടല്ലേ ഇവിടുന്ന് പോയത്. എന്നിട്ട് പെറ്റ തള്ളയെ ഒന്ന് കേറി കാണാൻ പോലും കഴിവില്ലാതെ മടങ്ങി വന്നിരിക്കുന്നു. ഛേ! മനോജിനെ വഴി വെച്ച് കണ്ടെന്ന് പ്രകാശം പറഞ്ഞത് സത്യമായിരിക്കുമോ? അതോ ഞാൻ ചന്ദ്രുവിനെ കാണാതിരിക്കാൻ പ്രകാശന്റെ തന്നെ തന്ത്രമായിരിക്കുമോ? അപ്പച്ചിയുടെ കയ്യിൽ ഫോണില്ല. അപ്പോ അത് ഈ മുറി തന്നെ ഉണ്ടാവും. അപ്പച്ചി വരുന്നതിന് മുമ്പ് അതിന്ന് ആ ജോൾസിന്റെ ഫോൺ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം. കിട്ടിപ്പോയി. ഭാഗ്യം, ഇതിൽ ലോക്കൊന്നുമില്ല. ജോൽസിന്റെ പേരൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. ത്രികാലജ്ഞാനിയായ ജോൽസിന്റെ നമ്പർ മാഞ്ഞുപോയോ? അതോ ഇനി ജോൽസിന്റെ വരവിന്റെ പിന്നിൽ വിദ്യയെടുത്തിയാണോ? ആ, കിട്ടി. ഇത് തന്നെ നമ്പർ. ഉത്തമ പണിക്കർ ജോൽസ്യൻ.
ഉത്തമ പണിക്കരെ, നിന്നെ തേടി ഞാൻ വരുന്നുണ്ട്. ചന്ദ്രുവൊത്ത് പുറത്തുപോയി വിവാഹവാർഷികം ആഘോഷിക്കാൻ പറ്റിയില്ല. ആഘോഷങ്ങളില്ലാതെ കടന്നു പോകുന്ന ആദ്യത്തെ വിവാഹ വാർഷികം. എനിക്കും ചന്ദ്രുവിനും പരസ്പരം ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. പ്രകാശം പറഞ്ഞതൊക്കെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രകാശം മനോജിനെ വഴിവെച്ച് കണ്ടു കാണുമോ? പ്രകാശനോടുള്ള വാശി തീർക്കാൻ മനോജും ഹരിതയും ചേർന്ന് ചന്ദ്രനെ തടഞ്ഞു വെച്ചതായിരിക്കുമോ? അതോ ചന്ദ്രുവും ഞാനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാൻ പ്രകാശന്റെ ദുഷ്ടബുദ്ധിയിൽ തെളിഞ്ഞ തന്ത്രമായിരിക്കുമോ? ഏതായാലും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായി പിറക്കുന്നതെന്ന് അനുഭവങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. ഇതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. അവിടെ എന്താ നടന്നതെന്ന് അറിയണം. ഓ, മനോജന്റെ തന്തപ്പടിയാണല്ലോ. ഭാര്യയെ കാണാതിരിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ശബ്ദമെങ്കിലും കേട്ട് നിർവൃത്തി അണയാനുള്ള തത്രപ്പാടിനായിരിക്കും ആള്. ഇന്നത് നടന്നത് തന്നെ. ഇവിടുത്തെ വൃത്താന്തങ്ങൾ അറിയാഞ്ഞ് കിളവൻ ഇരിപ്പുറയ്ക്കുന്നില്ല. കിളവിയുടെ ഫോൺ പിടിച്ചു വാങ്ങി സ്വിച്ച് ഓഫ് ആക്കിയതുകൊണ്ട് അതിലെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. പിന്നുള്ളത് എന്റെ ഫോണാ. അതെപ്പോഴേ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞു.